ഹായ് ഡിയേഴ്സ്, ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസിലെ ആക്ടിവിറ്റി 11 to 16 ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 11th ആക്ടിവിറ്റി ക്യാനിൻ്റെയും കാണ്ടിൻ്റെയും യൂസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ക്യാൻ ഉപയോഗിച്ച് പറയാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ അത് കാണ്ട് ഉപയോഗിച്ചിട്ട് പറയാം. കാണ്ട് എന്ന് പറഞ്ഞാൽ കനോട്ട് അല്ലേ, കനോട്ട് ചുരുക്കി എഴുതുന്നതാണ് കാണ്ട്. അപ്പം അതിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ പാഠഭാഗത്തെ സെൻറ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ക്യാൻ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ കാണ്ട് ഉപയോഗിച്ചിട്ടും എഴുതണം. അപ്പം എനിക്ക് പറ്റുന്നതും പറ്റാത്തതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണോ പറ്റാത്തതാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, ഫസ്റ്റ് പിക്ചർ ഒരു കുട്ടി ഫ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ പറ്റില്ല. ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഐ ക്യാൻ റൈഡ്, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഒരു കുട്ടി സ്കേറ്റ് ചെയ്യുന്നതാണ് ഐ കാൺട്ട് സ്കേറ്റ്, എനിക്ക് സ്കേറ്റ് ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ ഐ ക്യാൻ എന്ന് എഴുതാം. ഇനി ഐ ക്യാൻ റൺ, എല്ലാവർക്കും ഓടാൻ പറ്റും അല്ലേ. ഇനി ഐ കാൺട്ട് ബിൽഡ്, ഒരു കുട്ടി എന്തോ കെട്ടി ഉണ്ടാക്കുകയാണ്, അപ്പം എനിക്ക് കെട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഐ ക്യാൻ ക്ലൈംബ്, മരത്തിൽ കയറുന്നതാണ്. മരത്തിൽ എല്ലാവർക്കും കയറാൻ പറ്റുമല്ലോ. കയറാൻ പറ്റുന്നവർ ഐ ക്യാൻ എഴുതുക, കയറാൻ പറ്റാത്തവർ ഐ കാൺട്ട് എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു ക്രോസ് വേർഡാണ്. എക്രോസും എഴുതാനുണ്ട്, ഡൗൺ നമുക്ക് നേരെ എഴുതണം, താഴോട്ടും എഴുതണം. നേരെ എഴുതേണ്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ, എന്താ നല്ല തിളക്കമുള്ള വലിയ ആകാശത്തെ ബോൾ ഏതാണ്? അതിന് 3 letters ആണുള്ളത്. ഏതാണത്? സൺ, SUN. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഐ ആം എ കളർ ഇൻ ദ റെയിൻബോ, 6 letters ഉള്ള മഴവില്ലിലെ കളർ ഏതാണ്? അപ്പോൾ ഏതാണ്? യെല്ലോ. ഓക്കെ, ദെൻ 4th വൺ ആണ് അടുത്തത് എഴുതേണ്ടത്. നോക്ക്, യു മേ സീ മീ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്, ഐ ക്യാൻ കവർ ഈവൻ ദ സൺ, 5 letters. എന്താ? നിങ്ങൾക്ക് എന്നെ വ്യത്യസ്ത ആകൃതിയിലും നിറത്തിലും കാണാൻ പറ്റും. ചില സമയത്ത് ഞാൻ സൂര്യനെ മറക്കാറുണ്ട് അല്ലേ. ആരായിരിക്കും അത്? മേഘം അല്ലേ. മേഘത്തിനെ നമുക്ക് വിവിധ ഷേപ്പിൽ വിവിധ ആകൃതിയിൽ കാണാൻ പറ്റും. മഴമേഘത്തിൻ്റെ കളർ എന്താണ്? കറുപ്പാണ്. അപ്പോൾ വ്യത്യസ്ത കളറിൽ വെള്ളയായിട്ടും കറുപ്പായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഉത്തരം ക്ലൗഡ്. ഇനി താഴത്തേക്കുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഹിയർ യു ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്, നിങ്ങൾക്ക് രാത്രിയിൽ ഇവിടെ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ എസും വൈയും അവിടെ ഉണ്ട്. ഏത് ലെറ്റർ ആഡ് ചെയ്യേണ്ടത്? കെ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഡൗണിലേക്കുള്ള ആൻസർ സ്കൈ എന്നതാണ്. ഈ ഡൗണിലേക്ക് 3rd ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസ്, എന്താ? ഇത് വീശുന്ന സമയത്ത് നിങ്ങൾക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും. 4 letters ആണുള്ളത്. ഡബ്ല്യുവും ഡിയും അവിടെ ഉണ്ട്. അപ്പം ഐയും എന്നും കൂട്ടിച്ചേർക്കണം. ആൻസർ വിൻഡ്, കാറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. Some snapshots from Munchkin's times are given below. Pick out suitable words from the brackets and fill in the blanks. ഇതിന് മുന്നേ മച്കെയിൻ ടൈംസ് എന്നൊരു ന്യൂസ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിലെ കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തിട്ട് അതിന് താഴെ എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ മച്കെയിൻസ് ടൈംസ്, ആ ന്യൂസ് പേപ്പറിൻ്റെ പേരാണല്ലേ. അപ്പോൾ ടൈറ്റിൽ ഓഫ് ന്യൂസ് പേപ്പർ. സെക്കൻഡ് വൺ ദ വിക്കഡ് വിച്ച് ഈസ് നോ മോർ, മച്കെയിൻസ് ലാൻഡ് സെലിബ്രേറ്റ്സ്, അതെന്താണ്? ഒരു ഹെഡ്ലൈൻസ് ആണ്, പ്രധാന വാർത്തയാണ്. അങ്ങനെ അടുത്തതോ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നതൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. അതെന്താണ്? കാർട്ടൂണാണ്. നെക്സ്റ്റ് വൺ അഡ്വർടൈസ്മെൻ്റ് ആണ്, പരസ്യമാണ്. ഓക്കെ, ആക്ടിവിറ്റി 15 എന്താണെന്ന് വെച്ചാൽ റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് സെലക്ട് എ സ്യൂട്ടബിൾ ഹെഡ്ലൈൻ ഫ്രം ദ ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ. താഴെ 3 ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് അതിന് മാച്ചായ ഒരു ഹെഡ്ലൈൻ സെലക്ട് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഈ 3 എണ്ണത്തിൽ ഒന്ന് മാത്രമേ മാച്ചില്ലൂ, അത് നമ്മൾ കണ്ടെത്തണം. ഈ ന്യൂസിൽ ഡൊറോത്തി വിസാർഡിനെ കണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് മാച്ചായത് ഏതാ? ഡൊറോത്തി മീറ്റ്സ് ദ ഗ്രേറ്റ് വിസാർഡ് എന്നുള്ളതാണ്. ഓക്കെ, ആക്ടിവിറ്റി 16 ആണ്. കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ
വേറെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു പിക്ചർ ആൽബം ഉണ്ടാക്കണം ഫ്ലവേഴ്സിൻ്റെ. പക്ഷേ പിക്ചർ ആൽബത്തിൽ ഓരോ ഫ്ലവേഴ്സിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുകൂടി വേണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ സൺഫ്ലവറിൻ്റെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കണം. ഫസ്റ്റ് വൺ വാട്ടർ ലില്ലിയാണ്. ആമ്പൽ എന്ന് നമ്മൾ പറയലില്ലേ, ദിസ് ഈസ് എ വാട്ടർ ലില്ലി. ഇതൊരു വാട്ടർ ലില്ലിയാണ്. ഇറ്റ്സ് കംസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് വ്യത്യസ്ത കളറുകളിൽ കാണപ്പെടുന്നു. ഇറ്റ്സ് ലീവ്സ് ആർ റൗണ്ട് ആൻഡ് ഗ്രീൻ ഇൻ കളർ. അവരുടെ ഇലകൾ വൃത്താകൃതിയിലാണ്. കളറ് എന്താണ്? പച്ചയാണ്. ഇറ്റ് ഗ്രോസ് ഇൻ വാട്ടർ. വാട്ടറിലാണിത്, വെള്ളത്തിലാണിത് വളരുന്നത്. നെക്സ്റ്റ് വൺ ഹെബിസ്കസ് ആണ്. ദിസ് ഈസ് എ ഹെബിസ്കസ് ഫ്ലവർ. ഇതൊരു ചെമ്പരത്തിയാണ്. ഇറ്റ് കംസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് വ്യത്യസ്ത കളറുകളിലുണ്ട്. ഇറ്റ് ഈസ് എ മെഡിസിനൽ പ്ലാന്റ്. ഇതൊരു ഔഷധ ചെടിയാണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹെയർ. ഇത് മുടിക്ക്, തലമുടിക്ക് വളരെ നല്ലതാണ്. നെക്സ്റ്റ് വൺ ലോട്ടസ്. ദിസ് ഈസ് എ ലോട്ടസ് ഫ്ലവർ. ഇറ്റ് ഗ്രോസ് ഇൻ വാട്ടർ. ഇത് വെള്ളത്തിലാണ് വളരുന്നത്. ഇറ്റ് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യയുടെ നാഷണൽ ഫ്ലവറാണ്. ഇറ്റ് കംസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് വ്യത്യസ്ത കളറുകളിൽ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ഡാലിയ ഫ്ലവർ. ഇറ്റ് കംസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇറ്റ് ഹാസ് മെനി വെറൈറ്റീസ്. വ്യത്യസ്ത കളറുകളിലുണ്ട്, വൈവിധ്യങ്ങളിലുണ്ട്. ഇറ്റ് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് മെക്സിക്കോ. ഇത് മെക്സിക്കോയുടെ നാഷണൽ ഫ്ലവറാണ്. നെക്സ്റ്റ് വൺ, ദിസ് ഈസ് എ റോസ് ഫ്ലവർ. ഇതൊരു റോസ് ഫ്ലവറാണ്, റോസാപ്പൂവാണ്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇത് നല്ല മനോഹരമായൊരു പൂവാണ്. ഇറ്റ് കംസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് വ്യത്യസ്തമായ നിറങ്ങളിലുണ്ട്. ഇറ്റ് ഹാസ് എ സ്വീറ്റ് സ്മെൽ. ഇതിന് നല്ല സുഗന്ധമാണ്. ഇനി കൂടുതൽ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതുക, എന്നിട്ട് നല്ലൊരു ആൽബം തയ്യാറാക്കുക. ഓക്കെ.